ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറ സുനനു സുനനു മുഹമ്മദി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഉസീകും വയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമദാനിന്റെ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണേ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ ആത്മീയപരമായ ശുദ്ധി വരുത്തും. എന്നാൽ സാമ്പത്തികപരമായ ശുദ്ധി കൂടി വരുത്തേണ്ട മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. സമ്പാദിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായിരിക്കും. അങ്ങനെ സമ്പത്ത് കരസ്ഥമാക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്ന, കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. സമ്പത്ത് കരസ്ഥമാക്കാൻ പരിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. സ്വഹാബികളായ ആളുകളും അതേപോലെ തന്നെ പ്രവാചകന്മാരായ ആളുകളൊക്കെ സമ്പാദിച്ചുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഏത് സ്വഹാബിയെയും പരിശോധിച്ചാൽ അവരെല്ലാവരും കച്ചവടക്കാരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചുകൊണ്ടും അതേപോലെ തന്നെ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആളുകളായിരുന്നു എന്നാണ്. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാരൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശാരിയായിരുന്നു എന്നാണ്. അങ്ങനെ അധ്വാനിച്ചുകൊണ്ട്
ജീവിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടുതൽ വർഷങ്ങൾ, കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവന് മടുക്കും. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ഫോൺ 1-2 കൊല്ലം ഉപയോഗിച്ചാൽ നമുക്ക് അത് മടുത്ത് നമ്മൾ അടുത്തത് വാങ്ങും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഒരിക്കലും മടുക്കാത്ത ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. നമുക്കൊക്കെ എത്ര പൈസ കിട്ടിയാലും മതിയാവുകയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ രസകരമായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ലൗ കാന ലീബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ ലൗഹിബ്ബു അൻ യകൂന വാദിയാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, അല്ലാഹു ഒരു അടിമക്ക് സ്വർണത്തിന്റെ ഒരു മല നൽകിയാൽ അവൻ ആഗ്രഹിക്കുക ഇതുപോലെ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ്. സമ്പത്തിനോട് മനുഷ്യർക്ക് ഒരു ആർത്തി ഉണ്ട് എന്നാണ്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ്. ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് വാരിക്കോരി നൽകും. തീരെ സമ്പാദ്യമില്ലാത്ത ആളുകളെ ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സമ്പത്ത് നൽകിയതിനെ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു തിരിച്ചെടുത്തു എന്ന് വരും. അതാണ് ഞാൻ പറഞ്ഞത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാകുന്നു എന്നാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഈ സമ്പത്ത് കൊണ്ട് പരലോകത്തെ ഒരു കാര്യവും വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരാൾ മരിച്ചാൽ അവന്റെ ജനാസന്റെ കൂടെ 3 കാര്യങ്ങൾ പിന്തുടരും. എന്നിട്ട് ആ 3 കാര്യങ്ങളിലെ 2 കാര്യങ്ങൾ, അവനെ ഖബറടക്കിയാൽ 2 കാര്യങ്ങൾ തിരിച്ചു പോരും. 1 മാത്രമായിരിക്കും അവന്റെ കൂട്ടിനായി ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും തിരിച്ചു പോരും. അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് ജോലിയാകട്ടെ, ഏത് കച്ചവടമാകട്ടെ, ഒരു ജോലിയും മോശമല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. തെറ്റായ രൂപത്തിൽ ഒരാളും സമ്പാദിക്കരുത്. ഹറാമായ മാർഗത്തിലൂടെ, ഹറാമായത് എന്ന് പറഞ്ഞാൽ ഒരാൾ പന്നി മാംസം അത് കച്ചവടം ചെയ്യണം, അത് ഹറാമാണ്. അതേപോലെ തന്നെ ഒരാളെ ചതിച്ചുകൊണ്ട്, വഞ്ചന നടത്തി, പലിശയിലൂടെ ഈ രൂപത്തിലാണ് ഒരാൾ സമ്പാദിക്കുന്നത് എങ്കിൽ അത് ഹറാമായതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ സമ്പത്തിലേക്ക് 1 രൂപയാകട്ടെ അത് ഹറാമായത് കടന്നു വന്നാൽ പിന്നീട് നമ്മുടെ പ്രാർത്ഥനയും സൽക്രമങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു യാത്രക്കാരനായ മനുഷ്യൻ, പലപ്പോഴും നമ്മളൊക്കെ കേട്ട ഒരു ഹദീസായിരിക്കും, അയാള് യാത്രക്കാരന്റെ പ്രാർത്ഥന വളരെ വേഗത്തിൽ സ്വീകരിക്കും. അയാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ വമശ്റബുഹു ഹറാം, അയാൾ കുടിച്ച പാനീയം ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചു കുടിച്ചതാണ്. വമത്അബഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം, വമൽബസുഹു ഹറാം, അയാൾ ധരിച്ച വസ്ത്രം, എല്ലാം അയാൾ ഹറാമായ മാർഗത്തിലൂടെ നേടിയതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം അത് ഹലാലായിരിക്കണമെന്നാണ്. 30 കൊല്ലമായി അല്ലെങ്കിൽ 50 കൊല്ലമായി അള്ളാഹു നൽകിയ ആയുസ്സിൽ 1 രൂപ പോലും ഹറാമായത്, അന്യന്റേത് എന്റെ സമ്പാദ്യത്തിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഹലാലായ ജീവിതം എന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള പ്രസക്തി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വേലക്കാരൻ അല്പം മാംസം കൊണ്ടുവന്നു കൊടുത്തു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്?
ആ ഭൃത്യൻ നൽകിയ മറുപടി, അല്ലയോ അബൂബക്കർ, ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്ക് ജോത്സ്യന്റെ പണിയായിരുന്നു, ആ വകയിൽ അല്പം സംഖ്യ എനിക്ക് കിട്ടാനുണ്ട്, അങ്ങനെ അത് കിട്ടിയപ്പോ അതുകൊണ്ട് വാങ്ങിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഛർദിച്ചു കളഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയണ, ഹറാമായത് അബൂബക്കറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ആ ഒരു കണിശത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഏതൊരു കാര്യം കച്ചവടം ചെയ്യണമെങ്കിലും അതിൽ വല്ല ന്യൂനത ഉണ്ടെങ്കിൽ അത് വെളിവാക്കിയിട്ട് നമ്മൾ കച്ചവടം ചെയ്യണം. അത് ഏതൊക്കെ കാര്യങ്ങളാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെ ചന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുക. അപ്പോ ഒരു ഗോതമ്പിന്റെ കൂമ്പാരം കണ്ടു. തന്റെ കൈകൾ അതിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അത് നനഞ്ഞതായി കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കച്ചവടക്കാരനോട് ചോദിക്കുക, എന്താണ് ഇത്? അപ്പൊ അദ്ദേഹം നൽകിയ മറുപടി, ഉസീബ ബിൽ മായി, പ്രവാചകരെ കഴിഞ്ഞ ദിവസം അത് വെള്ളം നനഞ്ഞതാണ്, മഴ പെയ്തതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അതിനൊരു ന്യൂനതയുണ്ട് എങ്കിൽ അത് വെളിവാക്കിക്കൊണ്ട് നീ കച്ചവടം ചെയ്യാം, എങ്കിൽ മാത്രമേ നിനക്കതിൽ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അത്രത്തോളം കണിശത ഈ സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ബാത്തിലായത് അനർഹമായത് നിങ്ങൾ പരസ്പരം ഭക്ഷിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാണ്. സമ്പത്തുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ കൂടുതൽ വിനയമുള്ള ആളായിട്ട് മാറണമെന്നാണ്. ചില ആളുകൾ അവർക്ക് സമ്പാദ്യം, അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരിങ്ങനെ തെറ്റിപ്പോകും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സത്യവിശ്വാസികളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന. അല്ലാഹുവിന്റെ ദാസന്മാർ, അവർക്ക് എത്ര അനുഗ്രഹം ഉണ്ടായാലും അവർ അല്ലാഹുവിനോട് അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനയമുള്ളവരായിക്കൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹങ്ങൾ എപ്പോ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകാം എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. സാമ്പത്തികപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്കൊക്കെ കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങാൻ പരിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെ ആയത്തു ദൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. കടവുമായി ബന്ധപ്പെട്ട മര്യാദകൾ വിശദീകരിക്കുന്ന ഒരായത്താണ്. നമ്മൾ കടം വാങ്ങുകയാണ് എങ്കിൽ അതിനൊരു അവധി പറയണമെന്നാണ്. നമ്മൾ ഒരാളെടുത്തോണ്ട് പൈസ വാങ്ങുകയാണെങ്കിൽ ഇന്ന അവധിക്ക് ഞാനത് തിരിച്ചു തരാം. ആ അവധി പറഞ്ഞാൽ അത് കൃത്യമായി ആ അവധിക്ക് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വാങ്ങിയ ആളെ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടാവും. ഒരിക്കലും നമുക്കത് കൊടുക്കാൻ കഴിയുന്ന അവധി പറയുക, ആ അവധിയിൽ അത് കൃത്യമായി തിരിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഭീമമായ സംഖ്യകൾ വാങ്ങുകയാണ് എങ്കിൽ അത് എഴുതി വെക്കാൻ നമുക്ക് സാധിക്കും. ചില ആളുകളുണ്ട് അനാവശ്യമായിട്ട് കടങ്ങനെ വാരിക്കൂട്ടും. എവിടുന്നൊക്കെ കടം കിട്ടാണ്ടോ അതൊക്കെ ഒരു വാങ്ങിക്കൂട്ടും. ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ ഒരുങ്ങിയാൽ, ഒരു കച്ചവടം നമ്മൾ ആരംഭിച്ചാൽ ഇഷ്ടം പോലെ സംഖ്യ പലിശക്ക് പണം തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നമ്മൾ ഹറാമായ മാർഗത്തിലൂടെ കടം വാങ്ങിയാൽ പിന്നെ അതിലെന്ത് ബർക്കത്ത് ഉണ്ടാകുക? അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു വീട് വെക്കുന്നു, അത് പലിശയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് നമുക്ക് എങ്ങനെ ബർക്കത്ത് ഉണ്ടാകും? ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ചില ആളുകൾ ആവശ്യം വീട്ടാൻ കഴിയാത്ത സംഖ്യ, ഭീമമായ സംഖ്യക്ക് പലിശക്ക് കടം വാങ്ങി അങ്ങനെ പ്രയാസപ്പെട്ട് നീറി നീറി ജീവിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് വീട്ടാൻ കഴിയുന്ന സംഖ്യ മാത്രമേ നമ്മൾ കടം വാങ്ങും. നമുക്കൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പാദന രീതി, ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അങ്ങനെ വീട്ടാൻ കഴിയുന്ന സംഖ്യ മാത്രമേ നമ്മൾ കടം വാങ്ങാവൂ. വീട്ടാൻ കഴിയാത്തതൊരിക്കലും കടം വാങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഒരാളുടെ ജീവിതം കടവുമായി ബന്ധപ്പെട്ടു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ അല്ലാഹു തആല വിചാരണക്ക് എടുക്കണമെങ്കിൽ
ദുനിയാവുമായിട്ട് അവന്റെ കടബാധ്യതകൾ തീർന്നിരിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബിന്റെ മയ്യത്ത് കൊണ്ടുവന്നു. നമ്മളൊക്കെ എല്ലാ ആളുകളും നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു ചരിത്രമാണ്. ആ സ്വഹാബിക്ക് അല്പം സാമ്പത്തിക ബാധ്യത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. പ്രവാചകർ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഈ ദാസന്റെ കടബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ആരാണുള്ളത്? കൂട്ടത്തിൽ ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ ഞാനത് ഏറ്റെടുത്തോളാം. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത്. കടബാധ്യതയുള്ള ആളുകൾ അവർ ആദ്യം ചെയ്യേണ്ടത് എത്രയും വേഗം നമ്മുടെ കടബാധ്യതകളെ കൊടുത്തു തീർക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കളോട് പറഞ്ഞ് ആ ഒരു ബാധ്യത പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. ചില ആളുകളൊക്കെ മരിച്ച ആളുകൾ ജനാസനെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ എത്തിയാൽ ആ വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയും. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ബാധ്യതയായി. അത് കൊടുത്തു വിട്ടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ സ്വഹാബിയെ കണ്ടപ്പോൾ ചോദിക്കേണ്ട, ആ ബാധ്യത നീ കൊടുത്തു വിട്ടിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സൂക്ഷ്മതനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രത്തോളം കണിശമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടം എന്നുള്ളത്. നമുക്കൊക്കെ കടബാധ്യതയുണ്ട് എങ്കിൽ എത്രയും വേഗം അത് കൊടുത്തു കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെയൊക്കെ സമ്പാദ്യം അത് ചെലവഴിക്കേണ്ട രൂപം, അതിന്റെ ചില അവകാശങ്ങളെ പറ്റി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ സമ്പത്ത് രണ്ട് രൂപത്തിലാണ് പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിലൊന്നിന്റെ പേരാണ് സ്വദഖ എന്നുള്ളത്. സ്വദഖ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ആൾക്ക് നമ്മൾ ഇഷ്ടമായി നൽകുന്നതിനെയാണ്, ഇഷ്ടമായി നൽകുന്ന കാര്യങ്ങളെയാണ് സ്വദഖ എന്ന് പറയുന്നത്. പല ആളുകളെയും രോഗികളെ നമ്മൾ സഹായിക്കാറുണ്ട്. വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വദഖകൾ നൽകാറുണ്ട്. അതെല്ലാം വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന്. അതിനൊന്നൊരു പരിധിയിൽ എത്ര വേണമെങ്കിലും നമുക്ക് സ്വദഖകൾ കൊടുക്കാം. എന്നാൽ സ്വദഖയുടെ വേറൊരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ പേരാണ് സ്വദഖത്തുൻ ജാരിയ എന്നുള്ളത്. എന്നെന്നും നിലനിൽക്കുന്ന സ്വദഖ. അത്തരം സ്വദഖകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ പരലോകത്തേക്ക് അതിന്റെ പുണ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സ്വദഖകളെ, അത്തരം സ്വദഖകൾ നൽകാൻ നമുക്ക് സാധിക്കണം. ഒരാള് ദുനിയാവിലൊരു പള്ളി നിർമ്മിച്ചു നൽകി, അയാൾ മരണപ്പെട്ടു പോയി. വർഷങ്ങളോളം ആ പള്ളി ദുനിയാവിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവിടെ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ എത്രയുണ്ടോ, എത്ര കൊല്ലം ആ പള്ളി നിലനിൽക്കുന്നുവോ അതിന്റെ എല്ലാം പുണ്യം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ പരലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരാളൊരു 10 ഖുർആൻ ഒരു ഹിഫ്ള് സ്ഥാപനത്തിലേക്ക് നൽകി. കുട്ടികൾ അങ്ങനെ ഖുർആൻ ഓതുകയാണ്. അതിന്റെയൊക്കെ പുണ്യം അയാൾ മരിച്ചാലും അയാളെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സ്വദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. 2 കാര്യങ്ങൾ ഒഴികെ. ഒന്ന്, സ്വാലിഹായ സന്താനം. നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. രണ്ടാമത്തത്, നമ്മൾ നൽകിയിട്ടുള്ള സ്വദഖത്തുൻ ജാരിയ, അതിന്റെ പുണ്യവും നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും. ഈ രൂപത്തിൽ സ്വദഖകൾ നൽകുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമായി കൊണ്ട് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നോക്കൂ, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നമ്മുടെ നാട്ടില് ഒരാൾക്കൊരു രോഗം ഉണ്ടായാൽ നമ്മൾ വേഗം ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങും, അയാളെ സഹായിക്കും. ഒരാൾക്കൊരു വീടില്ല എങ്കിൽ വളരെ വേഗത്തിൽ അയാൾക്കൊരു വീട് കെട്ടിക്കൊടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കും. അങ്ങനെ അത്രത്തോളം സ്വതക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരു മതവും ഈ ലോകത്തില്ല എന്നാണ്. വേറൊരു കാര്യം, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത് സകാത്തിന്റെ രൂപത്തിലാണ്. പരിശുദ്ധ ഇസ്ലാമിലെ 3ാമത്തതാണ് സകാത്ത് എന്നുള്ളത്.
സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അത്വഹാറത്ത് എന്നാണ്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സകാത്തിനെ പറ്റി പറയുന്നു. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർഖഉ മഅർ റാഖീൻ എന്നാണ്. നിങ്ങൾ നമസ്കാര മുറ പോലെ നിർവഹിക്കുക, അതേപോലെ തന്നെ സകാത്ത് അത് കൊടുത്തു വീട്ടുക എന്ന് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ സകാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സകാത്ത് എന്ന് പറഞ്ഞാൽ അത് വേറൊരാളുടെ ഔദാര്യമല്ല എന്ന്, അയാളുടെ അവകാശമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ സകാത്ത് ബൈത്തുൽ മാലിലേക്ക് നൽകാത്ത ആളുകൾക്കെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചു. സകാത്ത് നൽകാൻ ബാധ്യസ്ഥനായ ആളുകളെ അത് നൽകാത്തതിന്റെ പേരിൽ പരമാവധി അകറ്റി നിർത്തിയ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രത്തോളം സകാത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത്. നമ്മൾ സകാത്ത് നൽകാൻ ബാധ്യസ്ഥനാണോ എങ്കിൽ അത് കൊടുക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്ന. ഒരാൾക്ക് സകാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അങ്ങനെ സ്വർണവും വെള്ളിയുമെല്ലാം അയാൾ കെട്ടിപ്പൂട്ടി എടുത്തു വെക്കണം, ഒന്നും അതിന്റെ അവകാശങ്ങൾ നൽകുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നരകം കൊണ്ട് വേദനാജനകമായ ശിക്ഷ അറിയിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരും. സകാത്ത് തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് നമ്മൾ നൽകുന്ന സമ്പത്തിന്റെ സകാത്ത്, രണ്ടാമത്തത് ഫിത്ർ സകാത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ ദീർഘമായി സംസാരിക്കാം. സകാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ഏതൊക്കെ മുതലുകളുണ്ടോ അതിന് സകാത്ത് ഉണ്ട്. കൃഷിക്ക് സകാത്ത് ഉണ്ട്, നമ്മുടെ ആഭരണങ്ങൾക്ക് സകാത്ത് ഉണ്ട്. ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഇതാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ പഠിപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, വീട്, ഇങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുള്ള സംഖ്യ അത് എത്രയാണോ അത് ഒരു വർഷം എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു കൊല്ലത്തെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് ഒരു 2 ലക്ഷം രൂപ എനിക്ക് മിച്ചമുണ്ട്, അതൊരു കൊല്ലം എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ 2.5% ഞാൻ സകാത്ത് കൊടുക്കണം. കൂടുതൽ സംഖ്യയൊന്നുമില്ല, 2.5%. അത് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സംഖ്യക്ക് പിന്നീട് നമ്മൾ ആ ഉപയോഗിക്കണമെങ്കിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല എന്നാണ്. അതിന്റെ അവകാശങ്ങൾ കൃത്യമായി കൊണ്ട് കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ബാധ്യത ഒരിക്കലും അവസാനിക്കുകയില്ല. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമ്പത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. സകാത്ത് എന്ന് പറഞ്ഞാൽ അത് സംഘടിതമായി കൊണ്ട് ശേഖരിക്കുകയും ആ രൂപത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിക സംഘടനകൾക്കൊക്കെ സകാത്ത് സ്വീകരിക്കുന്ന, അത് വിതരണം ചെയ്യുന്ന സംഘടിത സ്വഭാവം ഉണ്ടാകണം. ഓരോ മഹല്ലുകളിലും ഓരോ പ്രദേശങ്ങളിലും സംഘടിത സകാത്ത് സെല്ലുണ്ടാകണം. എന്തിനാണ് അത് എന്ന് പറഞ്ഞാൽ, എന്റെ സകാത്ത്, ഇപ്പൊ ഞാനൊരു സകാത്തിന്റെ വിഹിതം നൽകിയാൽ അത് ഇന്ന വ്യക്തിക്കാണ് നൽകിയത് എന്ന് ഞാൻ അറിയാൻ പാടില്ല. ഇന്ന വ്യക്തിയുടെ സകാത്തിന്റെ വിഹിതമാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് സ്വീകരിച്ചവൻ അറിയാൻ പാടില്ല. അത്രക്ക് സുതാര്യമാണ് ഇസ്ലാമിലെ സംഘടിത സകാത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ മഹല്ലിൽ ഒരു വികലാംഗനായ ഒരു വ്യക്തിയുണ്ട്. അയാൾക്ക് സകാത്തിന്റെ വിഹിതം കൊണ്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അയാളുടെ കുടുംബത്തിന് അത് ഉപജീവന മാർഗമാകുമെങ്കിൽ സകാത്തിന്റെ വിഹിതം നമ്മൾ ആ രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത്. നമ്മുടെ മഹല്ലിൽ ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, അയാൾക്കൊരു വാഹനം വാങ്ങാനുള്ള കഴിവില്ല, ദരിദ്രനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് സകാത്തിന്റെ വിഹിതം കൊണ്ട് ഒരു വാഹനം വാങ്ങിക്കൊടുത്താൽ അവന്റെ കുടുംബത്തിന് അതൊരു അത്താണിയാകുമെങ്കിൽ നമ്മുടെ സകാത്തിന്റെ സംഘടിത രൂപം ചെലവഴിക്കേണ്ടത് ആ രൂപത്തിലാണ്. അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ മഹല്ലിലും ആ സംഘടിത സകാത്തിന്റെ രൂപമുണ്ടാകണമെന്നാണ്.
പരിശുദ്ധ ഖുർആൻ സകാത്തിന്റെ അവകാശികളെ പറ്റി നമുക്ക് പഠിപ്പിച്ചു. 8 അവകാശികളാണ്. കൂടുതലായിട്ട് സകാത്തുമായി ബന്ധപ്പെട്ട വിതരണം കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 60-ാമത്തെ വചനത്തിന്റെ വിശദീകരണങ്ങൾ വായിക്കാവുന്നതാണ്. സൂറത്തു തൗബയിലെ 60-ാമത്തെ വചനത്തിന്റെ വിശദീകരണം. അതിൽ അല്ലാഹു തആല സകാത്തിന്റെ അവകാശികളായ 8 വിഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ 8 വിഭാഗങ്ങൾക്കാണ് നമ്മുടെ സകാത്തിന്റെ വിഹിതം നമ്മൾ നൽകേണ്ടത്. അതിലെ ഒന്നാമത്തെ അവകാശി എന്ന് പറഞ്ഞാൽ അൽ ഫുഖറ എന്നാണ്, ദരിദ്രരായ ആളുകൾ. ദരിദ്രർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ യാതൊരു കാര്യവുമില്ലാത്ത ആൾ, വളരെ പാവപ്പെട്ട ആൾ, ഭക്ഷണമല്ല, വസ്ത്രമല്ല, വീടില്ല, അങ്ങനത്തെ ആളുകൾക്കാണ് ഫുഖറ എന്ന് പറയുന്നത്. ഒന്നാമതായി നമ്മൾ ചെലവഴിക്കേണ്ടത് അങ്ങനത്തെ ആളുകൾക്കാണ്. രണ്ടാമത്തത് അൽ മസാക്കീൻ എന്നാണ്. മസാക്കിൻ എന്ന് പറഞ്ഞാൽ അല്പമൊക്കെ കഴിവുകളുണ്ട്, വീടുണ്ട്, മറ്റു കാര്യങ്ങൾ, പക്ഷേ കിട്ടുന്ന സംഖ്യകൾ കൊണ്ട് അയാൾക്ക് അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആളുകൾക്കാണ് മസാക്കിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം അൽ ആമിലീൻ എന്നാണ്. ഈ സകാത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അങ്ങനെ പറഞ്ഞാൽ ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് രൂപങ്ങളുണ്ട്. സംഘടിതമായി ആളുകളുടെ അടുത്ത് പോയി അത് ശേഖരിച്ച് അത് വിതരണം ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ സുതാര്യമാക്കി നടത്തിക്കൊണ്ടുപോകുന്ന കമ്മിറ്റിയിൽ അങ്ങനത്തെ അവകാശികളുണ്ട് എങ്കിൽ അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അൽ മുഅല്ലഫത്തുൽ ഖുലൂബ്, ഇസ്ലാമുമായി ഹൃദയങ്ങൾ ബന്ധിക്കപ്പെട്ട ആളുകൾ. അങ്ങനെ ആളുകളുണ്ടോ? മുസ്ലിമായിട്ടുണ്ടാവില്ല, എന്നാൽ പരിശുദ്ധ ഇസ്ലാം എന്ന മതത്തെ അവർക്ക് ഇഷ്ടമാണ്. ഒരു പക്ഷേ അവർ മുസ്ലിമാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഹൃദയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ മാനസികപരമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരാൻ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ ആളുകളെയാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അവർക്കും സകാത്തിന്റെ വിഹിതങ്ങൾ നൽകാം. പിന്നെ വർറിഖാബ് എന്നാണ്, അഥവാ അടിമകൾ. പണ്ടൊക്കെ ആളുകളെ ഈ അടിമ കച്ചവടത്തിനു വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ പ്രയാസപ്പെട്ട് അടിമകളായി അന്യരുടെ വീടുകളിൽ യാതൊരു വകയുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, അടിമമോചനത്തിനു വേണ്ടി. അതുപോലെ തന്നെ വൽ ഗാരിമീൻ, ആരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. ചിലപ്പോൾ ചില ആളുകളൊക്കെ കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ വലിയ സാമ്പത്തിക കടങ്ങൾ കൊണ്ട് നീറുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുക്കാനാണ് സകാത്തിന്റെ വിഹിതം ഉപയോഗിക്കേണ്ടത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഫീ സബീലില്ലാഹ് എന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് നന്മകൾ കിട്ടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ ഫീ സബീലില്ലാഹ് എന്ന വിഭാഗത്തിൽ പെടും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്നുസ് സബീൽ എന്ന, വഴിപോക്കരായ ആളുകൾ. അന്യ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്ന് അന്യ രാജ്യത്ത് പോയി അവിടെ പണിയും ജോലിയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ലഭിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നീറി ജീവിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകളാണ് ഇബ്നുസ് സബീൽ എന്ന പരിധിയിൽപ്പെടുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 8 അവകാശികൾക്കാണ് നമ്മുടെ സകാത്തിന്റെ വിഹിതം നമ്മൾ എത്തിക്കേണ്ടത്. റമദാൻ 27-ാമത്തെ രാവിൽ നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ 10 രൂപയും 5 രൂപയും 20 രൂപയൊക്കെ എടുത്തു കൊടുക്കും. നമ്മൾ വിചാരിക്കുക സക്കാത്തൊക്കെ കൊടുത്തു കിട്ടിയെന്നാണ്. അതൊരിക്കലും സക്കാത്തിന്റെ വിഭാഗത്തിൽ പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സ്വതക്കയുടെ ഇനത്തിലാണ് പെടുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സംഘടിതമായി സക്കാത്ത് സെല്ലിനെ ഏൽക്കണം. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ബാധ്യത കഴിഞ്ഞു. പിന്നീട് അത് വിതരണം നടത്തുക എന്നുള്ളത് അത് മഹല്ലുമായി ബന്ധപ്പെട്ട് അത് പഠിച്ച് അത്തരം ആളുകളെ കണ്ടെത്തി അത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അത് ആ സംഘടിത സക്കാത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത്തരം സാമ്പത്തിക മേഖലകളെ നമ്മളൊക്കെ തിരിച്ചറിയുക. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും അന്യന്റെ 1 രൂപയാകട്ടെ അത് നമ്മുടെ സമ്പത്തിൽ കലരാൻ പാടില്ല. അതാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയ ബദർ യുദ്ധം നടന്നത് ഹിജറ 2-ാമത്തെ വർഷം റമളാൻ 17-നാണ്. മക്കയിൽ പരിശുദ്ധ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുകയും ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ശത്രുക്കളായ ആളുകൾ നിരന്തരമായി കൊണ്ട് പ്രവാചകരെയും അതുപോലെ തന്നെ സ്വഹാബത്തിനെയും ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ ഉപദ്രവങ്ങൾ അതികഠിനമായപ്പോൾ പ്രബോധനത്തിന് പുതിയ മണ്ണ് തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. അങ്ങനെ മദീനയിലെത്തിയ മുസ്ലിങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കുകയും ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത് കണ്ട് അസൂയപ്പെട്ട ശത്രുക്കളായ ആളുകൾ വലിയൊരു കച്ചവടത്തെ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘത്തെ തയ്യാറാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന പ്ലാനിങ്ങോടുകൂടി വലിയൊരു കച്ചവട സംഘത്തെ തയ്യാറാക്കി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും അറിയുകയും അവരെ തടയാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ മറ്റൊരു വഴിയിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. ബദർ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ഇതാണ്. പിന്നീട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഖുറൈശികളായ ആളുകൾ എല്ലാവിധ യുദ്ധ സജ്ജീകരണങ്ങളുമായി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിന്റെയും അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു രീതിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഒരു യുദ്ധത്തിന് വേണ്ട ഒരു കാര്യവും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക്, ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഇസ്വാബ ലാ തുഅബദ് ഫിൽ അർളി അബദൻ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ ഇവിടെ വെച്ച് നശിപ്പിക്കുകയാണ് എങ്കിൽ നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇല്ലാതെയായി പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്തു എന്നാണ്. അങ്ങനെ മുസ്ലിങ്ങളെ അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഘം എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള വലിയ ഒരു സംഘത്തെ തകർക്കുകയാണ്. വളരെ പ്രമുഖരായ ഒരുപാട് ഖുറൈശികളായ ആളുകൾ കൊല്ലപ്പെട്ട ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്നുള്ളത്. ആ ബദർ യുദ്ധത്തിലൂടെ മുസ്ലിങ്ങളെ പറ്റി ഒരു പേടി ശത്രുക്കൾക്ക് ഉണ്ടാക്കിയെടുത്തു എന്നാണ്. ബദർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. എന്നാൽ ആ ബദറിൽ പങ്കെടുത്ത ആളുകളെയാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പങ്കെടുത്ത ഷഹീദായ, അതേപോലെ തന്നെ ഷഹീദാകാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം ബദരീങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്ക്, കൂടുതൽ കേരളത്തിൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി. ഈ ബദറിൽ അവർ ഏറ്റുമുട്ടിയത് തൗഹീദിനു വേണ്ടിയാണ്. തൗഹീദ് പറയാൻ ഇസ്ലാമികപരമായ സന്തോഷകരമായ ഒരു ചുറ്റുപാട്, ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിനുവേണ്ടി, തൗഹീദിനു വേണ്ടി ബദരീങ്ങളായ ആളുകൾ ഏറ്റുമുട്ടി. എന്നാൽ പിന്നീട് വന്ന നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ ആ ബദരീങ്ങളോട് തന്നെ ബർക്കത്തിനും പാപമോചനത്തിനും പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത്, രോഗം ഉണ്ടായാൽ അതിന് ശമനം നൽകുന്നവൻ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായാൽ ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അറിയുന്നവൻ, അത് പരിഹരിക്കുന്നവൻ ഏകനായ അല്ലാഹ് മാത്രമാണ്. അതിനെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതിനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചാൽ,
പിന്നീട് അവന്റെ കർമ്മങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. തൗഹീദ് ഉണ്ട് എങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ജീവിതത്തിൽ ഏതൊക്കെ അപകടങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥിക്കേണ്ടത് ബദരീങ്ങളോടല്ല, അള്ളാഹുവിനോടാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസം ഉണ്ടായപ്പോൾ ഒരൊറ്റ സ്വഹാബി പോലും ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതായി ഒരു ചരിത്രമോ ഒരു ഹദീസോ പരിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇത്തരം ശിർക്കൻ ആചാരങ്ങളെ ഇനിയിപ്പോ ബദറിന്റെ ദിവസമായാൽ ബദരീങ്ങളുടെ പേരിൽ അറുത്തുകൊണ്ട് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ, അങ്ങനത്തെ മഹല്ലുകളെ, പ്രദേശങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം അനാചാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ഇത്തരം കാര്യങ്ങളെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വീക്ഷണത്തോടു കൂടി കാണുക. തൗഹീദിന്റെ ആ അടിസ്ഥാന ആദർശം പേറിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. ശിർക്കൻ ആചാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്തു സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പിനെയും മറ്റു ഇബാദത്തുകളെയും എല്ലാ സ്വാലിഹായ കർമ്മങ്ങളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാ. അല്ലാഹുമ്മ ഫളിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.